ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലിട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടായുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയ്ക്ക് പോകുന്നതാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ. കുറച്ച് ഡേയ്സ് ആയില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം എന്നാൽ ഇടാലോ എന്ന് വിചാരിച്ച് എടുത്ത കുറച്ച് ക്ലിപ്പുകളാണ്. അപ്പോൾ ഞാനത് ചെറുക്കം നോക്കുവാണ് വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ. അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഓരോരുത്തരെ പിക്ക് ചെയ്യാൻ പോയതാണ് ഞങ്ങൾ നേരത്തെ കാണിച്ചത്. അപ്പോൾ പിക്ക് ചെയ്യണ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാനും ചേട്ടായും പിള്ളേരും പിന്നെ ചേട്ടയുടെ ഓഫീസിലത്തെ കുറച്ച് സ്റ്റാഫുകളുമാണ് ഉള്ളത്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അതായത് ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോണത് സൺഡേ ആണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. പക്ഷെ അപ്ലോഡാക്കാൻ രണ്ട് ദിവസം എടുക്കും. എഡിറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടി ഇടാനായിട്ട്. അപ്പം 2 ദിവസം എടുക്കും അപ്ലോഡാക്കാൻ. ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്, 21-ാം തീയതി. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാനുള്ള ഇൻട്രസ്റ്റൊക്കെയാണ്. പക്ഷേ തിരിച്ച് വരുമ്പം തീരെ വയ്യാണ്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. കാരണം തീർത്തും വയ്യായിരുന്നു എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോകാൻ നല്ല ഇൻട്രസ്റ്റാണ്. അത് എവിടെ പോയാലും ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെയാണ് കാണിക്കുന്നത്. ഇത് എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നില്ല, സ്ഥലപ്പേര് ഓർക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ പുറത്തെ വീഡിയോ ചുമ്മാ എടുത്തുന്നതാണ് ഉള്ളൂ. അപ്പം ചേട്ടയുടെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത്, അപ്പുറത്തിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫാണ്. ഞങ്ങൾ നടുക്കാണ് ഇരിക്കുന്നത്. ഭാഗ്യത്തിന് ഞാൻ എവിടെ പോയാലും നന്നായിട്ട് വൊമിറ്റിങ് ചെയ്യണതാണ്. പക്ഷേ ഈ പ്രാവശ്യം പോയിട്ട് ഛർദ്ദിച്ചൊന്നുമില്ല. എനിക്ക് പേടിയായിരുന്നു, അയ്യോ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നാൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അതേപോലെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഛർദ്ദിച്ചൊന്നുമില്ല. കൂടെ വന്ന ആൾക്കാർ എല്ലാവരും ഛർദ്ദിച്ചു, പക്ഷേ ഞാൻ ഛർദ്ദിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ണപ്പുറം കൂടിയാണ് പോകുന്നത്. അപ്പം വണ്ണപ്പുറം പോണ വഴിയാണ് ഞാൻ കാണിക്കുന്നത്. വേഗം എത്താലോ എന്ന് വിചാരിച്ചു. അന്ന് ഇച്ചിരി ലൈറ്റായിരുന്നു പോയപ്പം. അതാരം കൊണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പം പിന്നെ നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങളുടെ സ്ഥലങ്ങളിൽ? ഞങ്ങളുടെ ഇവിടെ ഇന്നലെ അതായത് ഞായറാഴ്ച ഞങ്ങൾ പോയി, തിങ്കളാഴ്ച ഭയങ്കര മഴയായിരുന്നു. അതായത് ഇന്നലെ ഞാൻ വീഡിയോ ഇടുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു, ഭയങ്കരമായിട്ട് മഴയായിരുന്നു. കാരണം ചൂടിനൊരു ശമനം കിട്ടി. അത്രയ്ക്ക് ചൂടല്ലേ. ഇപ്പം ഞങ്ങൾ പോണ സമയത്തൊക്കെ ആണെങ്കിലും ഭയങ്കര വെയിലാണ്, പുറത്തോട്ട് നോക്കാനേ വയ്യ. അതേപോലെ ചൂടും. അതാണ് നമുക്ക് ഇത്ര ക്ഷീണം. ചൂട് കാരണമാണ് ഇത്ര നമുക്ക് ക്ഷീണം വരുന്നത്. ചൂടില്ലെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ല. ഇത് ചൂട് കാരണം ദാഹവും ഒക്കെയല്ലേ. അപ്പം അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും അടുത്തിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് വ്ളോഗ് ഇടാനാണോ എന്നൊക്കെ. അപ്പം അപ്പം ഇപ്പോഴത്തെ ഞാൻ കണ്ടോ, അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ചെറുക്കൻ എൻ്റെ മടിയിലിരിക്കുന്ന വീഡിയോ എടുത്താണ്. 2 വട്ടം ഞാൻ എടുത്തു, ഡിലീറ്റാക്കി കളഞ്ഞു. കാരണം അവന് ആദ്യം എടുത്തപ്പം അവൻ സമ്മതിച്ചില്ല. അവന് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കുന്ന ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു സ്കൂളിൽ വെച്ചായിരുന്നു ഫങ്ഷൻ. അപ്പോൾ ആ ചേച്ചിയില്ലേ ആ ചേച്ചി കണ്ണനെ എടുത്തേക്കണത് ആ ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കൊച്ചിൻ്റെയാണ് ആദ്യ കുർബാന. അപ്പോൾ ആ ചേച്ചി വീഡിയോ എടുക്കാണോ എന്ന് ചോദിച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും ഫുഡ് കഴിക്കണ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, അത്ര വിശന്നാണ് ചെന്നത്. അപ്പം അങ്ങനെ ഞങ്ങളവിടുത്തെ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഇവിടെയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമയം പരിമിതി മൂലം ഞങ്ങൾ അധിക സ്ഥലത്തൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇടുക്കി 10ാം മൈൽ, അവിടെയാണ് ഞങ്ങൾ പോയത്.
അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഷാലിനി ചേച്ചി ചോദിക്കുവാണ് വീഡിയോ എടുക്കലാണല്ലോ ഒന്ന് കഴിഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ കണ്ടതേ അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ചതാണ്. അപ്പം എല്ലാവരും മേളിലോട്ട് കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും ഏറ്റവും മേളിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം പിള്ളേർക്കൊക്കെ ഇൻട്രസ്റ്റാണ്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കൊന്നും ഒരു അടി നടക്കാൻ വയ്യ. ഞാൻ ഇത്തിരി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി നടക്കത്തില്ല, എനിക്ക് പറ്റില്ല. കാരണം ഒന്നാമതേ നമ്മൾ ഈ നിരപ്പായ സ്ഥലത്ത് താമസിച്ചിട്ട് ഈ കയറ്റം കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എനിക്ക് തീർത്തും വയ്യായിരുന്നു. കണ്ട അപ്പോൾ അനന്തു പറയുകയാണ്, ഹായ് ഒക്കെ തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അനന്തു വ്ളോഗ് എടുക്കണേല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം. അപ്പം ചെറുക്കൻ മേളിലോട്ട് കയറും പിന്നെ ഇറങ്ങും. ഇത് തന്നെയായിരുന്നു പരിപാടി. ഇത് ചേട്ടായോടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും കയറി പോവുകയാണ്. ഞാൻ അപ്പം സ്പീഡിലിട്ടേക്കണോണ്ടാണ് എല്ലാവരും പിടിപിടിയെന്ന് കയറി പോകണമെന്ന് തോന്നുന്നത്. പക്ഷേ ആ കയറ്റം എത്ര പാടിട്ടാണ് കയറിയെന്ന് ഞങ്ങൾക്കറിയാം. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മേളിൽ കയറിയപ്പോൾ ഏറ്റവും മേളിൽ എത്തിയിട്ടില്ല കേട്ടോ, പകുതി വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ചുമ്മാ വീഡിയോ എടുത്താണ്. അപ്പോൾ ആരതിയും ചോദിക്കേണ്ട വീഡിയോ എടുക്കാണോ എന്ന്. അപ്പം അനന്തുമൊക്കെ വയ്യ. അനന്തുമൊക്കെ മേളിലോട്ട് വലിഞ്ഞ് ഓടിക്കയറുവാണ് അങ്ങോട്ട്. അപ്പോൾ കണ്ടതേ പെണ്ണും അതിൻ്റെ പുറകെ ഓടുക. കാരണം കയറിയിട്ടങ്ങ് തീരുന്നില്ല, അതേപോലത്തെ അവസ്ഥയാണ്. ഞാനിവിടെ വരെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മടുത്തു, ഞാൻ ഇനി കയറാനില്ല. ലാസ്റ്റ് ചേട്ടായി വടിയൊക്കെ എടുത്തിറങ്ങി, മര്യാദയ്ക്ക് കയറിക്കോണം അല്ലെങ്കിൽ ഞാൻ നല്ല അടി വെച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറിക്കൊണ്ടിരിക്കുവാണ്. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചോടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചോടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും നറുമലരിൻ ഇതളിൻ ചൂടിൽ പറന്നിറങ്ങും ഇണക്കിളി നിൻ കുരുന്നു തൂവൽ പുതപ്പിനുള്ളിൽ തേടുന്നു വേനൽ കുടിൽ. ഒരു മധുകണം, ഒരു പരിമളം, ഒരു കുളിരല, ഇരു കരളിനും പൂക്കാലം വന്നു പൂക്കാലം. തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി ചൂടും